മർക്കോസ് 9-ാം അധ്യായം 42-ാം വാക്യം. വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത്. ഒരു വലിയ തിരികല്ലു കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക. ഇരു കൈകളോടും കൂടിയുള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിപതിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് മുറിച്ചു കളയുക. 2 പാദങ്ങളും ഉള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കണ്ണുമൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നുവെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. 2 കണ്ണുകളും ഉള്ളവനായി പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. കാരണം എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറ കെട്ടുപോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും? നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ, പരസ്പരം സമാധാനത്തിൽ വർദ്ധിക്കുകയും ചെയ്യുവിൻ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഒരുത്തർക്കും ദോഷകരമായി നമ്മുടെ ഓരോ അവയവങ്ങളും ആകാതിരിക്കട്ടെ എന്നാണ്. കണ്ണുകൊണ്ട് നാം ഒരുത്തരെയും ദ്രോഹിക്കാതിരിക്കട്ടെ. നമ്മുടെ നാവുകൊണ്ട് ഒരേ ആളെപ്പോലും വേദനിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കൈകൊണ്ട് അങ്ങനെ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഈശോ ഓരോന്നായി എടുത്തു കാട്ടിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഒരവയവങ്ങൾ കൊണ്ടുപോലും നാം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുവെങ്കിൽ അത് നമ്മളിൽ നിന്ന് വെട്ടിക്കളയട്ടെ എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. പരസ്പര സ്നേഹത്തോടെ വിട്ടുവീഴ്ചയോടെ ജീവിക്കുവാൻ നാം ജീവിച്ചിരിക്കുന്ന കാലം മറ്റുള്ളവർക്കൊരു നന്മയായി ഒരാശ്വാസമായി തീരുവാൻ നമുക്ക് ശ്രമിക്കുവാം. ഉപ്പ് നല്ലതാണ് എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ നല്ലതാണ്. അവനെല്ലാ അവയവങ്ങളും നല്ലതാണ്. അവൻ്റെ അവയവങ്ങൾ കൊണ്ട് നാം മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുവാൻ വാക്കുകൊണ്ടോ നാക്കുകൊണ്ടോ കണ്ണുകൊണ്ടോ നാം ഒരാളെ കൊല്ലുവാനോ കൊല്ലുന്നതിനാൽ അപ്പുറം നാം ഉപദ്രവിക്കുവാൻ കഴിയും നമ്മുടെ അവയവങ്ങൾ കൊണ്ട്. അതിന് നമ്മൾ ഇടയാകാതിരിക്കട്ടെ എന്നാണ് ഈശോ വചനത്തിലൂടെ പറയുന്നത്. ഉപ്പ് നല്ലതാണ്. ഏത് കറി ഉണ്ടാക്കിയാലും ഉപ്പില്ലാതെ രുചി ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ മനുഷ്യ ശരീരവും മനുഷ്യജീവനും വളരെ നല്ലതാണ്. അതുകൊണ്ട് മറ്റാർക്കും നമുക്ക് ദ്രോഹിക്കാതെ മറ്റുള്ളവർക്ക് നമ്മ കഴിയുന്ന നന്മ ചെയ്ത് ജീവിക്കാം.